ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഇരാറ്റുപേട്ടയ്ക്കടുത്തുള്ള ഞണ്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ ഈ സ്ഥലം. ഞങ്ങളിവിടെ ബേഡ്സ് വാച്ചിങ്ങിനായിട്ട് വന്നതാണ്. ഇവിടെ കുറേ ബേഡ്സ് ഉള്ള സ്ഥലമാട്ടോ. ഞങ്ങളിവിടെ ആദ്യം കണ്ടത് ഇവനെയാണ്. ഇവൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാലോ, മണ്ണാത്തിപ്പുള്ള്. തൊട്ടടുത്ത ജില്ലയിൽ ഒരു കൊക്കൻ തേങ്കിളിയേയും കണ്ടു. ഇവരുടെ പേര് നിങ്ങൾക്കറിയാലോ, കുളക്കൊക്ക്. ഇവിടെ എല്ലായിടത്തും തന്നെ ഇവരെ കാണാറുണ്ട്. ഈ വ്യൂ നല്ല രസമല്ലേ കാണാൻ. ഇവരെ എപ്പോഴും അഴുക്കുചാലിലും വെള്ളത്തിലൊക്കെ കാണുന്നത്. ഇവിടെ വറ്റാത്ത വെള്ളമുള്ളതുകൊണ്ട് ഏത് വേനൽക്കാലത്തും ഒരുപാട് കിളികൾ വരാറുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായി ഒരു പാറമടയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ടോ ഒരു കുയിലിരിക്കുന്നത്? ഇല പൊഴിഞ്ഞ ഒരു തേരക മരമാണത്. അതിൻ്റെ പഴുത്ത കായകൾ തിന്നാൻ വരുന്നതാണ് ഈ കുയിലുകൾ. ഇവിടെ ഒരുപാട് കുയിലുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? ആ മരത്തിൽ തന്നെ ഇന്ത്യൻ ഗോൾഡൻ ഓറിയോളെ കണ്ടു. മലയാളത്തിൽ നമ്മൾ മഞ്ഞക്കിളി എന്ന് വിളിക്കുന്ന കിളി. കേരളത്തിൽ ഇവർ ദേശാടനക്കാരായി വരുന്നവരാണ്. അത് ബ്ലൂ ടൈൽഡ് ബീ ഹീറ്ററാണ്. മലയാളത്തിൽ ഇവരെ വലിയ വെൽത്തത്ത എന്നും പറയും. നേരത്തെ ഞാൻ നാട്ടുവെൽത്തത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർഗത്തിൽപ്പെട്ട അവരെക്കാൾ വലിയ കിളിയാണ് ഈ വലിയ വെൽത്തത്ത. ഇവരും ദേശാടന സ്വഭാവമുള്ള കിളികളാണ്. സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ ഉള്ളൂ ഇവർ കേരളത്തിൽ കാണാറുള്ളൂ. ഏപ്രിൽ മാസത്തോടെ ഇവർ വടക്കേ ഇന്ത്യയിലേക്ക് പോകും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി പോവാം. നിങ്ങൾക്ക് കിളികളൊക്കെ കാണണമെങ്കിൽ പുഴയും തടാകങ്ങളുമുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരം പോയാൽ കാണാൻ പറ്റും. നമ്മൾ ഇവരെയൊക്കെ സ്നേഹിച്ച് കാണാനുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയാൽ എന്തായാലും കാണാൻ പറ്റും. കണ്ടോ ഒരു പച്ചിലക്കുടുക്ക ഇരിക്കുന്നത്? മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. കിളികളെല്ലാം അവരുടെ കൂടണയാൻ പോവുകയാണ്. വേറൊരു നല്ല കാഴ്ചയുമായി വീണ്ടും കാണാം.